ഇതെല്ലാം കഴിഞ്ഞ് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓഫ് ബട്ടൺ എന്ത് ചെയ്യും തപ്പി നടക്കണ്ട. ഞാനിപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്യുകയാണ്, ശ്രദ്ധിച്ചോണം. യെസ്, ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ ബാറ്ററി തീർന്നു പോവോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കിത് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ കീ യൂസ് ചെയ്ത് ടയറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് വരെ നമുക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് EVയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ ഒരു ഒരു സ്പീക്കറിൻ്റെ ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു സ്പീക്കർ അല്ല, ഒരു ലൈഫ് ടൈം ബാറ്ററിക്ക് വാറണ്ടി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തന്നെ തള്ളിപ്പോകുക. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG. ഇന്നിപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ MGയുടെ വിൻസറാണ്. വിൻസർ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു EV വാഹനങ്ങളിൽ ഒരു വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി വന്നൊരു വാഹനമാണ് നമ്മൾ ഈ കാണുന്നത് MG വിൻസർ. ഒരുപാട് ഫീച്ചറിസ്റ്റിക്കുമായിട്ടുള്ളൊരു വാഹനമാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. കാരണം ലൈഫ് ടൈം ബാറ്ററിക്ക് വാറണ്ടി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് തന്നെ തള്ളിപ്പോകും. കാരണം ഏറ്റവും വലിയൊരു EVയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാറ്ററി തന്നെയാണ്. ബാറ്ററി എങ്ങനെ ഒരു പ്രശ്നമാവുന്നു എന്ന് ചോദിച്ചാൽ നമ്മളൊരു മൊബൈൽ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ ആ മൊബൈൽ ഫോൺ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ബാറ്ററി കുറയും, അല്ലെങ്കിൽ ബാറ്ററിക്ക് കംപ്ലയിൻറ്റ് വരും, അല്ലെങ്കിൽ ബാറ്ററി മാറേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്നാൽ അങ്ങനെയാണെങ്കിൽ ലൈഫ് ടൈം ഒരു ബാറ്ററിക്ക് വാറണ്ടി കിട്ടിയാലോ? ചെറിയ കാര്യമാണോ? അല്ല. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. 332 കിലോമീറ്റർ റേഞ്ച് വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG Explore. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മുടെ ഫ്രണ്ടിലുള്ള വിൻസർ EVയുടെ ഏറ്റവും ബേസ് വേരിയൻ്റ് ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു ബേസ് വേരിയൻ്റ് ആണെന്ന് പറയത്തില്ല. ബേസ് വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റും നമ്മളൊരു വ്യത്യാസം കൂടെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ കൂടെ കിട്ടുന്നുണ്ടെന്നും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേക്കാം. ഏതായാലും ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതായത് ഈ ഒരു ലൈറ്റ്, ഇതിപ്പോൾ ഒരു ലൈറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇത് ശരിക്കും ഒരു DRലാണ് വരുന്നത്. ഇവിടെ ഒരു റണ്ണിങ് ലൈറ്റ്സ് അല്ലെങ്കിൽ ഒരു കണക്റ്റഡ് ലൈറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഒരു കണക്റ്റഡ് ലൈറ്റ്സ് ഞാൻ വേറെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നമുക്ക് ഹെഡ് ലൈറ്റിലോട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു ബേസ് വേരിയൻ്റ് ആണ്, പക്ഷേ LED ലൈറ്റ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഏറ്റവും ടോപ്പ് വേരിയൻറ്റിൻ്റെ കോർണർ ലൈറ്റും കൂടെ അവൈലബിൾ ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റിയറിംഗ് തിരിക്കുന്നതിനനുസരിച്ച് ഈ ഒരു ലൈറ്റ് നമുക്ക് ഈ ഒരു കോർണർ പോർഷൻ കൃത്യമായിട്ട് കാണാൻ വേണ്ടി ഇവിടെ ഒരു ലൈറ്റ് നമുക്ക് അഡീഷണൽ കൊടുത്തിരിക്കുന്നത്. താഴെ ഒരു ചെറിയൊരു മിറർ പോലത്തെ ഒരു സ്റ്റീൽ പ്ലേറ്റും കൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഫ്രണ്ടിൽ നോക്കി കഴിയുമ്പോഴത്തേക്കും. ഒരു ചെറിയൊരു ഹുഡും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തുറക്കുമ്പോഴത്തേക്കും പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ കൂളൻറ്റിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ, അതായത് കൂളിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വിൻഷീൽഡിൻ്റെ വൈപ്പറിൻ്റെ വാഷർ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വരുന്ന .4ൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡാണ് വരുന്നത്. ബ്രേക്കിൻ്റെ ഒരു പമ്പ് കാണാൻ സാധിക്കും. നമുക്കവിടെ താഴെ തന്നെ ഒരു മോട്ടർ കാണാൻ സാധിക്കും. അത് വേറൊന്നുമല്ല, നമുക്ക് സാധാരണ വാഹനങ്ങൾ പോലെ ഇതിനകത്ത് വാക്യൂം അസിസ്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. കൺവേർട്ടേഴ്സും ഇതിൻ്റെ താഴെ അതിൻ്റെ മോട്ടർ അസംബ്ലിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രിവൺ വെഹിക്കിളാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു വലിയ ബമ്പേഴ്സ് കാണാൻ സാധിക്കും. ഒരു 360 ക്യാമറ ഇവിടെ മിസ്സിംഗ് ആണ്. താഴെ നമുക്കൊരു ഗ്രിൽസ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു അഡാസിൻ്റെ ഫീച്ചർ നമുക്ക് കാണാൻ സാധിക്കും, പക്ഷേ ഇവിടെ നമുക്ക് നിലവിൽ അഡാസ് ആയിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രണ്ടിൽ നോക്കുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും. ഇനി നമുക്ക് സൈഡിലത്തെ വശത്തോട്ടൊന്ന് വരാം. സൈഡ് വശത്തോട്ട് വരുന്ന സമയത്ത് ഒരു നല്ലൊരു മിറേഴ്സ് കാണാൻ സാധിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. മിറേഴ്സിന് താഴെ നമുക്കിവിടെ ഒരു ക്യാമറ മിസ്സിംഗ് ആണ്. ഞാൻ പറഞ്ഞ പോലെ ബേസ് വേരിയൻറ്റിൽ അവൈലബിൾ അല്ല. ഒരു ഫ്രണ്ടിൽ ഒരു ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് കാണാൻ സാധിക്കും. നമുക്ക് വിസിബിലിറ്റി കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നുണ്ട് കോർണറിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് കിട്ടുന്നു. ഈ ഒരു ബട്ടൺ ഇവിടെ പ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടി വരുന്നത്. വേരിയൻ്റ് ഒഴിച്ച് ബാക്കിയുള്ളതിനെല്ലാം നമുക്ക് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് ഓപ്പൺ ആയിട്ട് തന്നെ, അതായത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡോർ ഹാൻഡിൽസ് ഇതുപോലെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് ഡോറ് തുറന്ന് കയറാൻ നല്ല എളുപ്പമുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും സൈഡർ മാറ്റ് സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. സൈഡിൽ ഡോർ പ്രൊട്ടക്ടർ കാണാൻ സാധിക്കും. താഴെ ഒരു ഫൈബർ പാർട്ടിൻ്റെ തന്നെ ഒരു റണ്ണിങ് ബോർഡ് പോലത്തെ കവറിങ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബാക്കിലത്തെ ഡോറ് ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് റണ്ണിങ് ആയിട്ടുള്ള ഒന്നുമില്ല. എന്നാൽ ടോപ്പ് വേരിയൻറ്റ് വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കും ഇതുപോലെ ഒരു ക്രോം ഫിനിഷ് ഇങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ, അതായത് ഏറ്റവും ടോപ്പ് തൊട്ട് ബാക്ക് വരെ വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു മിസ്സിംഗ് ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെ തോന്നുന്നവർക്ക് MG തന്നെ ഇതിൻ്റെ പ്രൊവിഷൻ കൊടുക്കുന്നുണ്ട്. അതായത് ഇത് നമുക്ക് അഡീഷണൽ ഒരു ആക്സറീസ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം അഡീഷണലാണ്. ഈ കൊടുത്തിരിക്കുന്നതൊക്കെ നമ്മൾ അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്യുന്ന റെയിൽസ് ഒക്കെയാണ്. ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വൈഡ് ഏരിയ ആയിട്ടുള്ള ബാക്ക് ഗ്ലാസ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മേളിലൊരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. ഇതിൻ്റെ ആൻറ്റിന വരുന്നത് ഗ്ലാസ്സിൽ തന്നെയാണ്. ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് തന്നെയാണ്, ഗ്ലാസ്സിൽ തന്നെയാണ് ഇതിൻ്റെ ആൻറ്റിന വരുന്നതുകൊണ്ട് മേളിലോട്ട് ആൻറ്റിന കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല. ഒരു വലിയൊരു MGയുടെ ലോഗോ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കണക്റ്റിംഗ് ലൈറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കണക്റ്റിംഗ് ലൈറ്റ്സ്
വിൻസർ എന്നുള്ളൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ക്യാമറ താഴെ മിസ്സിംഗ് ആണ്, കാരണം ഇത് ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് ക്യാമറ ഇല്ല. 2 പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. ഇവിടെ താഴെ ഒരു റിയർ ഫോഗ് ലാമ്പും കൂടെ നമുക്കിവിടെ അവൈലബിൾ ആണ്, വിത്ത് റിവേഴ്സ് ലൈറ്റും കൂടെ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടയറിൻ്റെ പ്രൊഫൈലും കൂടെ ഒന്ന് പറഞ്ഞു പോയേക്കാം. ഇത് വരുന്നത് 215 60 17 വരുന്നത്. അതായത് ബേസ് വേരിയൻറ്റിൽ പോലും നമുക്ക് 17 ഇഞ്ചാണ് കിട്ടുന്നത്. ടോപ്പ് വേരിയൻറ്റ് വരുന്ന സമയത്ത് 18 ഇഞ്ചാണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ കാണാം 215 55 18 ടയർ സൈസ് വരുന്നത്. ഇതിന് അലോയ് വീൽ അല്ല വരുന്നത്, വീൽ കവേഴ്സ് ആണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സൈഡ് കുറച്ചുകൂടെ ഇങ്ങോട്ട് പോകുന്ന കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ചാർജിങ്ങിൻ്റെ പോർഷൻ കാണാൻ സാധിക്കും. ഇതിൻ്റെ ചാർജിങ് ടൈമും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ 7.4 കിലോ വാട്ട് ചാർജർ യൂസ് ചെയ്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 6.5 മണിക്കൂർ നമുക്ക് വേണം. അതൊരു ഫാസ്റ്റ് ചാർജിങ് ആണ്. നോർമൽ ചാർജിങ് ആണെങ്കിൽ 3.3 കിലോ വാട്ടിലാണെന്നുണ്ടെങ്കിൽ 13.8 മണിക്കൂർ നമുക്ക് വേണം. ഇനി ഇതൊന്നും അല്ല, DC ഫാസ്റ്റ് ചാർജിങ്ങിലാണ് 50 കിലോ വാട്ട് അവറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 0 to 80 ആകാൻ വേണ്ടി 55 മിനിറ്റ് മാത്രം നമുക്ക് ഇതിന് വേണ്ടി വരുന്നുള്ളൂ. മറ്റേ ഈ കോമറ്റിൻ്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോർഷൻ ആയിരുന്നു, ഇവിടെ ഇലൂമിനേറ്റഡ് ആണ് വരുന്നത്. ഈ ഒരു MGയുടെ ലോഗോയും ഇലൂമിനേറ്റഡ് ആണ് വരുന്നത്. നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഓക്കെ, 38 കിലോ വാട്ട് അവർ ബാറ്ററിയാണ് 3 സെഗ്മെൻറ്റിലും വരുന്നത്. അതായത് 3 വേരിയൻറ്റ് വാഹനങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഈ 3 വേരിയൻറ്റിലും സെയിം ബാറ്ററി കപ്പാസിറ്റി തന്നെയാണ് വരുന്നത്. ബാറ്ററി ലൈഫ് ടൈം വാറണ്ടി ഉണ്ട്. അതായത് 15 വർഷത്തേക്ക് എന്ത് കംപ്ലൈൻറ്റ് വന്നാലും ഈ വാഹനത്തിൻ്റെ ബാറ്ററി നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറി കിട്ടുന്നതായിരിക്കും. ഏറ്റവും ബേസ് വേരിയൻറ്റിൻ്റെ ഡോർ പാഡ് നമുക്കിപ്പോൾ തുറന്ന് കഴിയുമ്പോഴത്തേക്കും കാണാൻ സാധിക്കും. ഇതാണ് ഏറ്റവും ബേസ് വേരിയൻറ്റിൻ്റെ വാഹനത്തിൻ്റെ ഡോർ പാഡിൻ്റെ വ്യത്യാസങ്ങൾ. ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് മിസ്സിംഗ് ആണ്. ആംബിയൻ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് മിസ്സിംഗ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു MID കാണാൻ സാധിക്കും. ഈ MIDയുടെ വ്യത്യാസം കൂടി ഞാൻ കാണിച്ചു തരാം. ഈ ഒരു MID ചെറുതാണ്, 1 ഇഞ്ച് വ്യത്യാസമുണ്ട്. അതായത് 6 ഇഞ്ചാണ് വരുന്നത്. എന്നാൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു ടോപ്പ് വേരിയൻറ്റിലോട്ട് കയറുമ്പോൾ അതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. ഈ കൊടുത്തിരിക്കുന്ന ഒരു 10 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. 10 ഇഞ്ചാണ് ബേസ് വേരിയൻറ്റിൽ വരുന്നത്. 10 ഇഞ്ചിനകത്ത് വരുന്ന കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ടിൽറ്റ് ഫീച്ചറും ഹൈറ്റ് അഡ്ജസ്റ്റിങ്ങും എല്ലാം ഇതിനും അവൈലബിൾ ആണ്. അതായത് ബേസ് വേരിയൻറ്റിനും വ്യത്യാസമില്ല. പിന്നെ നമുക്ക് മൊബൈൽ ചാർജിങ് അവൈലബിൾ അല്ല, വയർലെസ് ചാർജിങ് അവൈലബിൾ അല്ല. സ്റ്റോറേജ് സ്പേസ് സെയിം ആണ് വരുന്നത്. സീറ്റിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതായത് ഒരു സാധാരണ നോർമൽ ഫാബ്രിക് ടൈപ്പ് സീറ്റ് തന്നെയാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഡോർ ഹാൻഡിൽസ് എല്ലാം ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് തന്നെയാണ് വരുന്നത്. അതുമെല്ലാം പക്ക. പിന്നെ നമ്മുടെ വിൻഡോസ് ബേസ് വേരിയൻറ്റിന് ഡ്രൈവർ സൈഡിലെ ഡോറ് മാത്രമേ ഉള്ളൂ അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചർ വരുന്നത്. ബാക്കിയുള്ളതെല്ലാം 1 ടച്ച് അല്ല വരുന്നത്. ഡൗൺ 1 ടച്ച് തന്നെയാണ് വരുന്നത്. ഡൗൺ എല്ലാം 1 ടച്ച് ആണ് വരുന്നത്. പക്ഷേ അപ്പ് പോകാൻ വേണ്ടി 1 ടച്ച് ഫീച്ചർ അവൈലബിൾ അല്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിനകത്ത് ഷെയർ ചെയ്യാനുണ്ട്. എന്നാൽ ഞാൻ അത്യാവശ്യം എടുത്തു പറയേണ്ട കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് ഷെയർ ചെയ്യാം. നല്ലൊരു ഹാൻഡിൽ തന്നെയാണ് ഇവിടെ വരുന്നത്. അത് ക്ലോസ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഈ ഒരു ഹാൻഡിൽ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ കൊടുത്തിരിക്കുന്ന ഒരു ഗോൾഡൻ ഫിനിഷ് ഫ്ലഷ് ഡോർ ഹാൻഡിൽ പോലെ തന്നെയാണ് അകത്തും ആക്ട് ചെയ്യുന്ന, ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാം 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചേഴ്സ് ആണ്. 1 ടച്ച് തന്നെ അത് ഡൗൺ ആയിട്ടുണ്ട്, ടച്ച് അപ്പും ആയിട്ടുണ്ട്. ആ ഡോർ ലോക്ക് ആൻഡ് അൺലോക്ക് മോഡൽ തന്നെയാണ്. ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത് കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു സ്പീക്കറിൻ്റെ ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു സ്പീക്കർ അല്ല, ഒരു ആംബിയൻ ലൈറ്റിൻ്റെ ഒരു ലൈറ്റിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇതിങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴെയാണ് ഇതിൻ്റെ സ്പീക്കർ കൺസോൾ വരുന്നത്. ഒരു 9 സ്പീക്കേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ട്. അതായത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു ട്യൂട്ടറാണ്, താഴെ വരുന്ന ഒരു സ്പീക്കർ, ഇതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും. അങ്ങനെ ടോട്ടൽ 8 സ്പീക്കേഴ്സ് പ്ലസ് ഒരു സബ് ഊഫറും കൂടെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. എന്നാൽ ബേസ് വേരിയന്റിലാണെങ്കിൽ 4 സ്പീക്കേഴ്സ് ആണ് വരുന്നത്. അതായത് ഏറ്റവും ടോപ്പ് വേരിയന്റ് കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ 9 സ്പീക്കേഴ്സ് അവൈലബിൾ ആണ് വിത്ത് സബ് ഊഫർ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഏരിയ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ബോട്ടിൽ അത്യാവശ്യം ഇവിടെ ഒരു ബോട്ടിൽ ഇരിക്കുന്ന രീതിക്കുള്ള സ്പേസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും പേപ്പേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ സൈഡിലോട്ട് വെക്കാൻ സാധിക്കും. ഡീഫോക്കേഴ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഗ്ലാസിൻ്റെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് പോകാൻ വേണ്ടിയുള്ള ഡീഫോക്കേഴ്സിൻ്റെ ആണ് ഇവിടെയും ഇങ്ങറ്റത്തും ഒക്കെ കാണുന്നു. ഈ വാഹനത്തിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡെഡ് പെഡൽ കാണാൻ സാധിക്കും. അവിടെ കാല് വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലേക്ക് മാത്രം നമുക്ക് ഇതിന് ആവശ്യം വരുന്നുള്ളൂ. ബ്രേക്ക് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. അപ്പോൾ അത് ജസ്റ്റ് സ്റ്റാർട്ട് ആയിരിക്കട്ടെ. പേസിങ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കൊള്ളാം. 96% ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ഇപ്പം ബാലൻസ് ഉണ്ട്. 96%, 304 കിലോമീറ്റർ കിട്ടുന്നുണ്ട്, റേഞ്ച് കിട്ടും എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് സീറ്റ് തൊട്ട് തുടങ്ങാം. ഇപ്പം നമുക്കിത് കാണാൻ സാധിക്കുന്ന പോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റാണ് വരുന്നത്. ഹൈറ്റ്, ഡൗണ്, ഫ്രണ്ടിലോട്ട്, ബാക്കിലോട്ട്, നമ്മുടെ റിക്ലൈനർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സീറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഒരു സ്റ്റിയറിംഗ് വീലാണ്. ഈ ഒരു സ്റ്റിയറിംഗ് വീൽ ഇപ്പം ശരിക്കും പറഞ്ഞാൽ സ്റ്റക്കാണ്. അതായത് ഇപ്പം നമ്മൾ വാഹനം സ്റ്റാർട്ടഡ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഡോറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് മോഡ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. മോഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയുള്ള സിസ്റ്റം അല്ല ഇവിടെയാണ് വരുന്നത്. ഇതിനകത്ത് പാർക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ, അതായത് പാർക്കിംഗ് മോഡിലോട്ട് ഇടണമെങ്കിൽ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. പി മോഡിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി അതല്ല, ന്യൂട്രൽ ആകാൻ സാധിക്കും. ടെയിൽ ഗേറ്റ് ഓപ്പൺ ആണ്, നമ്മുടെ ഡ്രൈവർ സൈഡിലെ ഡോർ ഓപ്പൺ ആണെന്നുള്ള വ്യക്തമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട്. ഡോർ അടച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റിയറിംഗ് എല്ലാം ഫ്രീ ആയി, നല്ല സ്മൂത്തായി. അതായത് 1 ടച്ച് പോലെ തന്നെ നമുക്കതുപോലെ സ്റ്റിയറിംഗ് യൂസ് ചെയ്യാൻ സാധിക്കും.
ഇത് കഴിഞ്ഞാൽ ഇനി സ്റ്റിയറിങ്ങിനകത്താണ് നമുക്ക് എല്ലാം കൺട്രോൾസും. കാരണം സാധാരണ നമ്മളൊരു വാഹനത്തിൽ കയറി കഴിയുമ്പോഴത്തേക്കും വൈപ്പർ വർക്ക് ചെയ്യിക്കാൻ വേണ്ടി നോക്കുന്ന ഈ ഒരു സൈഡാണ്. സൈഡ് ഫുള്ള് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലാണ് നമ്മുടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് എല്ലാം വരുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഓട്ടോ വൈപ്പർ ലോ ചെയ്യുന്നുണ്ട്, ഹൈ സ്പീഡ് ഓട്ടോയിലോട്ട് തന്നെ ഇട്ടു. ഓഫ് കണ്ടീഷൻ ചെയ്യണമെങ്കിൽ ഓഫ് കണ്ടീഷൻ, മിസ്റ്റ് പോകണമെന്നുണ്ടെങ്കിൽ വാട്ടർ സ്പ്രേ ചെയ്യാൻ വേണ്ടി സൈഡിലത്തെ ബട്ടൺ ഉണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ആസ് ഇറ്റ് ഈസ് നമുക്കറിയാൻ നോർമലാണ്. പക്ഷേ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് കൂടെ കാണിച്ചു തരാം. ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നമുക്ക് റൈറ്റ് സൈഡിലെ ലൈനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു മിററിൽ അത് കാണിക്കുന്നുണ്ട്. ലെഫ്റ്റ് സൈഡ് ഇടുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡും കൂടെ വളരെ വിസിബിളായിട്ട് ഈ രണ്ട് പോർഷൻസും കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഡ്രൈവ് മോഡിലോട്ടൊന്നുണ്ടാകും. ഇതിപ്പം പാർക്ക് മോഡിലാണ് നിൽക്കുന്നത്. പാർക്ക് മോഡ് ഞാൻ മാറ്റി ഡ്രൈവ് മോഡിലോട്ട് ഇടാൻ വേണ്ടിയിട്ട് നേരെ താഴോട്ടാണ് ഇത് പ്രസ് ചെയ്യുന്നത്. അപ്പോൾ താഴോട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഡി, അതായത് N കഴിഞ്ഞാണ് ഡി വന്നിരിക്കുന്നത്. ഡി മോഡ് എന്ന് പറഞ്ഞാൽ റെഡി ടു ഡ്രൈവ് തന്നെയാണ്. ആ കൂട്ടത്തിൽ ഞാൻ റിവേഴ്സും കൂടെ ഒന്ന് ഇട്ട് കാണിച്ചേക്കാം. ഇത് മേളിലോട്ടൊന്ന് ആക്കുകയാണ്. യെസ്, റിവേഴ്സ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക് പൊസിഷൻ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വാഹനം നമുക്കിവിടെ കാണാൻ സാധിക്കും. ബാക്കി 4 ചുറ്റും, അതായത് ഒരു 360 ഡിഗ്രി ക്യാമറ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ടോപ്പ് വേരിയൻ്റ് വാഹനത്തിൽ 15.6 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഫുള്ള് കൺട്രോൾ നമുക്ക് ഈ ഒരു സ്ക്രീനകത്ത് തന്നെയാണെന്ന് പറയാൻ സാധിക്കും. കാരണം ഈ സാധാരണ പറയുന്ന പോലെ ഫിസിക്കൽ ബട്ടൺസ് വളരെ കുറവാണ്. ഇവിടെ ഇപ്പം AC കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. AC കൺട്രോൾ ഫിസിക്കലാണെന്ന് പറഞ്ഞാൽ പോലും ടെമ്പറേച്ചർ ലെവല് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് എത്രത്തോളം ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യണം, ഫാൻ്റെ സ്പീഡ് നമുക്കിവിടെ കൂട്ടാം, കുറയ്ക്കാം. ടെമ്പറേച്ചർ 19, 20, 21 ഇതിൻ്റെ ഒന്നും ഇവിടെ റൈറ്റിങ്സ് കാണുന്നില്ല. ഫുള്ള് നമുക്കിവിടെ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് ടെമ്പറേച്ചർ. ഇനി നമുക്ക് സീറ്റ് വെൻറ്റിലേഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഇത് സീറ്റ് വെൻറ്റിലേഷൻ ആണ്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലെവൽ നമുക്കിവിടെ കാണാം, ബ്ലൂ കളർ. ഇപ്പോൾ ശരിക്കും എനിക്ക് നല്ല രീതിക്ക് ആ കൂളിംഗ് വരുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ആ തണുക്കുന്നുണ്ട് സീറ്റ്. ഇപ്പം നമുക്ക് സീറ്റിൽ അത് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കൂളിംഗ് ഫുൾ സ്പീഡാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ ഇൻസൈഡ് സർക്കുലേഷന്, ഡീഫോഗേഴ്സ്, നമ്മുടെ ഏത് പൊസിഷനിലോട്ട് എയർ വരണം എന്നുള്ളത് ഫുൾ കൺട്രോൾ നമുക്കിവിടെയാണ്. ഇവിടെ മാനുവൽ സ്വിച്ചസ് ഉണ്ടെങ്കിൽ പോലും ഇതിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഞാൻ ടെമ്പറേച്ചർ ഒന്ന് കുറയ്ക്കുകയാണ്, നമുക്കിവിടെ കാണാൻ സാധിക്കും അത് മാറുന്നത്. കൂട്ടുകയാണ് ഇപ്പം. ഓക്കെ, അത് കൂട്ടുന്നതും വ്യക്തമായിട്ട് നമുക്ക് കാണാം. ഇനി ഫാനിൻ്റെ ബ്ലോവർ സ്പീഡ് കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ഈ ഒരു വാഹനത്തിൻ്റെ കൺട്രോൾ ഫുള്ള് ഈ ഒരു സിസ്റ്റമാണെന്ന് തന്നെ നമുക്ക് പറയാം. ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ഓട്ടോ ഹെഡ്ലൈറ്റ് ആണ്, പക്ഷെ അത് ഓൺ ചെയ്യണമെങ്കിൽ പോലും ഈ സിസ്റ്റത്തിൽ തന്നെ, അല്ലാതെ ഒരു ഹെഡ്ലൈറ്റിനുള്ള കൺട്രോൾസ് ഈ വാഹനത്തിൽ വരുന്നില്ല. സെറ്റിങ്സ് ആണ് ഈ വരുന്നത്. വെഹിക്കിൾ സെറ്റിങ്സ് എടുത്തു. അതെടുത്തതിന് ശേഷം ലൈറ്റിൻ്റെ സെറ്റിങ്സ് വന്നു. ഫോളോ മീ ഹോം, ഇത് നമുക്ക് പലപ്പോഴും നല്ല പരിചയമുള്ള ഫീച്ചറാണ്. അതായത് നമുക്ക് വാഹനം ഓഫ് ചെയ്ത് വീട്ടിലോട്ട് നടന്നു പോകുന്ന സമയത്ത് ലൈറ്റ് സെൻസർ ഉള്ളതുകൊണ്ട് വീട് വരെ ചെല്ലുന്ന അത്രയും സെക്കൻഡ്, അതായത് 15 സെക്കൻഡ് ഓൺ ആയി കിടക്കും. വേണമെങ്കിൽ 30 സെക്കൻഡ് ആക്കാം, അല്ലെങ്കിൽ 60 സെക്കൻഡ് ഓൺ ആക്കിയിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ സെറ്റിംഗ് ഓട്ടോ ആണ് ഇട്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും ഓൺ ചെയ്യാൻ വേണ്ടി നിൽക്കേണ്ട. ലൈറ്റ് കുറയുന്നതിനനുസരിച്ച്, അതായത് ഔട്ട് സൈഡിൽ വെയിലിൻ്റെ ഇതോ അല്ലെങ്കിൽ ലൈറ്റിൻ്റെ പ്രസൻസ് കുറയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ലൈറ്റ് കത്തുന്നതായിരിക്കും. അത് നമുക്ക് ഇനി അതല്ല മാനുവലായിട്ട് ലൈറ്റ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ലോ ബീം ഓൺ ചെയ്യുകയാണ്. ജസ്റ്റ് നമുക്ക് ലോ ബീം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ലോ ബീം മാറ്റി ഞാൻ പൊസിഷൻ ലാമ്പ് മാത്രം ഇടുക, അഥവാ നമ്മുടെ പാർക്ക് ലൈറ്റ് മാത്രം ഇടുക. ഇനി അത് ഞാൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ബട്ടൺ പ്രസ് ചെയ്താൽ ഫുള്ളായിട്ട് ഓഫായി. അതായത് ഓട്ടോ മോഡിലാണ് ഇപ്പോൾ ഉള്ളത്. അത് മാറ്റി എനിക്ക് ഹെഡ്ലൈറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ലോ ബീം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓൺ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഫീച്ചേഴ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ മെയിൻ, അഥവാ നമ്മുടെ ഫോണിലൊക്കെ ചെല്ലുന്ന സമയത്ത് സെറ്റിംഗ്സ് കാണുന്ന പോലത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഓരോ നമുക്ക് ചെക്ക് ചെയ്ത് AC ആണെങ്കിലും മീഡിയയുടെ ആണെങ്കിലും വെഹിക്കിൾ സെറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ നോക്കി ചെയ്യാൻ സാധിക്കും. ഇത് മ്യൂസിക്കിൻ്റെ എടുത്തു കഴിഞ്ഞാൽ മ്യൂസിക്കിൻ്റെ ഫുൾ സെറ്റിംഗ്സ് ഇവിടെ വരുന്നുണ്ട്. നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ സെറ്റിംഗ്സ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. മിററിൻ്റെ സെറ്റിംഗ് ഇവിടെ വരുന്നുണ്ട്. മിററിൻ്റെ സെറ്റിംഗ് കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ബേസ് വേരിയൻറ്റ് വാഹനത്തിലാണ് കയറിയിരിക്കുന്നത്. വേറൊന്നും കൊണ്ടല്ല, ഇതിലും ഈ സെറ്റിംഗ് ഉണ്ടെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മിററിൻ്റെ ഫംഗ്ഷൻ എടുക്കുക. റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ ഏത് വേണോ എന്നുള്ളതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇതിപ്പോൾ റൈറ്റ് ലെഫ്റ്റ്. ഇപ്പോൾ ഞാൻ റൈറ്റിലത്തെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം, അത് റൈറ്റിലോട്ട് മാറുന്നു. ഇനി ഈ ഒരു ബട്ടൺ ഞാൻ പ്രസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം, ഇങ്ങോട്ടും മാറുന്നു. ഇനി ഇത് താഴോട്ടും മേലോട്ടും ആകുന്നതിന് അതെ ഈ ഒരു നോബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ താഴോട്ട്, അതുപോലെ തന്നെ മേലോട്ട്. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡ് ചെയ്യണമെങ്കിൽ ഇത് ലെഫ്റ്റ് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഒന്ന് ശ്രദ്ധിച്ചോണം, താഴോട്ട് മേലോട്ട് റൈറ്റ് ലെഫ്റ്റ്. ഫാൻ, അതായത് നമ്മുടെ AC ഫുൾ കൺട്രോൾസ് ഇവിടെയാണ് വരുന്നത്. ടെമ്പറേച്ചർ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ വാഹനത്തിൻ്റെ മോഡ് എടുത്തു കഴിഞ്ഞാൽ ഏത് മോഡിൽ ഈ വാഹനം ഓടിക്കണം എന്നുള്ളതാണ് ഫുൾ സെറ്റിങ്സ്. നമുക്കിവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. ഡ്രൈവിംഗ് മോഡ്സ് ഏതാണ് വേണ്ടത്, എനർജി റിക്കവറി ചെയ്യാൻ വേണ്ടിയുള്ള എങ്ങനെയാണ്, ഇലക്ട്രിക്കൽ സ്റ്റെബിലിറ്റി ഓൺ ആണ്. പിന്നെ ഈ പറഞ്ഞാൽ ഓട്ടോ ഹോൾഡ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോ ഹോൾഡ് ഓൺ ചെയ്യാൻ സാധിക്കും.
കംഫോർട്ട് പാർക്കിംഗ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. ലൈറ്റിൻ്റെ വരുന്നുണ്ട്, ആംബിയൻ ലൈറ്റ് 70 ലൈറ്റുകളോളം ഈ ഒരു വേരിയൻസിന് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഏത് കളർ വേണം ആ കളറിലൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ ഡ്യൂറേഷൻ കളർ ഏതാണ് വേണ്ടത് ആ കളറൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ സെറ്റായിട്ടുള്ള കളേഴ്സ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ഗ്രീനിഷ് കളർ നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ബ്രൈറ്റ്നസ് 100% ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വേണ്ട ഇവിടെ ഒരു ചെറിയൊരു ഗ്രീനിഷ് കളർ പോകുന്നത് നിങ്ങൾക്ക് കാണാം. രാത്രിയൊക്കെ നല്ല കിടുക്കനായിരിക്കും, നല്ല അടിപൊളിയായിരിക്കും ഏതായാലും ലൈറ്റ്. അപ്പം അതും സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന പ്രസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സൺ ഷെയ്ഡാണ് വരുന്നത്. ഇൻഫിനിറ്റി മൂൺ റൂഫ് എന്ന് പറയും. നമുക്ക് കണ്ടോ ഫുള്ളി ക്ലോസ്ഡ് ആണ് ഇപ്പം. അതായത് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്ന പോലെ ഒരു പനോറമിക് തന്നെയാണ് വരുന്നത്. അത് നമുക്കിനി ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. അതായത് ഇത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഫുൾ ഓപ്പൺ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആവുന്ന കാണാൻ സാധിക്കും. വാവ്, കണ്ടോ നല്ല കിടു. അതായത് ശരിക്കും നമുക്ക് ആകാശം കണ്ട് യാത്ര ചെയ്യാൻ സാധിക്കും. ഇനി ഇത് കുറച്ച് മാത്രം ഓപ്പൺ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അതായത് ഇപ്പം 95%, 80, 85. അപ്പോൾ ഇത് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചോണം. ഇത് ഇത്രയും വെച്ചിട്ട് കൈവിടുകയാണ്. ആ ഒരു പൊസിഷനിലോട്ട് വന്ന് കറക്റ്റ് ക്ലോസ് ആയത് കണ്ടോ. ഇനി ഇത് ഫുള്ളി ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രസ് ഫുള്ളായി ക്ലോസ് ആയിക്കോളും. നോർമലി നമ്മൾ ഈ ഫീച്ചേഴ്സിനകത്ത് കയറാതെ തന്നെ മേളിൽ നിന്ന് താഴോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഈ റൂഫ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ റൂഫ് ഓപ്പണായി വരുന്ന കാണാൻ സാധിക്കും. കിടുക്ക ഫീച്ചറാണ്. ഏതായാലും സംഗതി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് വെട്ടമൊക്കെ അടിച്ച് നമുക്ക് ഇങ്ങനെ കറങ്ങാൻ സാധിക്കും. വെയിലെപ്പോഴാണ് കൂടുതലുള്ളതെന്ന് തോന്നുമ്പോൾ അന്നേരം ക്ലോസ് ചെയ്യാനും സാധിക്കും. എനിക്ക് തോന്നുന്നു ഇത്രയും നീളമുള്ള ഗ്ലാസ് ആയതുകൊണ്ടായിരിക്കും ഓപ്പൺ ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുള്ള പ്രൊവിഷൻ കൊടുക്കാത്ത. ഏതായാലും വെള്ളം കയറുമോ എന്നൊക്കെയുള്ളൊരു പേടി പിന്നെ ആർക്കും വേണ്ട, കാരണം ഇത് ഫുള്ളി ക്ലോസ്ഡ് ആയതുകൊണ്ട് അടിപൊളിയാണ്. അപ്പോൾ നമുക്കിവിടെ മിററിൻ്റെ സൈഡ് ഫോൾഡ് ചെയ്യാൻ വേണ്ടി ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 2 സൈഡിലെ മിറേഴ്സ് ഫോൾഡ് ആകുന്നതായിരിക്കും. അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ആകും. പിന്നെ വിൻഡോ ക്ലോസ്ഡ് വെൻ ലോക്ക്ഡ്, അത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഗ്ലാസ് ഒന്ന് താത്തിടുകയാണ്, ഞാൻ ഡോറ് തുറന്നു, ക്ലോസ് ചെയ്തു, ലോക്ക് ചെയ്തു. ഗുഡ് ബൈ കണ്ടോ, ഗുഡ് ബൈ ഒക്കെ പറഞ്ഞുകൊണ്ട് വാഹനത്തിൻ്റെ ഗ്ലാസും പൊങ്ങി മിറേഴ്സും ഫോൾഡായി. ഇനി ഞാൻ ഒന്നുകൂടെ ഒന്ന് അൺലോക്ക് ചെയ്യാണ്. മിറേഴ്സ് ഓപ്പണായി. ഓട്ടോ വൈപ്പറിൻ്റെ വർക്കിങ്ങിൻ്റെ സ്പീഡ്, അല്ലെങ്കിൽ ഏതൊരു സ്പീഡിൽ ഓട്ടോ വൈപ്പർ വർക്ക് ചെയ്യണം ആ സ്പീഡൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്രോച്ച് ലോക്ക്, അതായത് വാഹനം കീ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കുറച്ച് ദൂരോട്ട് മാറുന്നതിനനുസരിച്ച് ഓട്ടോ ലോക്ക് ആവണമെങ്കിൽ അങ്ങനത്തെ ഫീച്ചറുണ്ട്. പിന്നെ അടുത്ത് വരുന്ന വയർലെസ് ഫോൺ ചാർജിങ് ആണ്. ഫോൺ ചാർജിങ് നമുക്കിവിടെ വയർലെസ് അവൈലബിൾ ആണ്. നമുക്കത് ഓൺ ഓഫ് ചെയ്യണമെങ്കിൽ, ഇത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ഓഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഫുൾ ടൈം നമുക്ക് ഓൺ ചെയ്തിടാൻ സാധിക്കും. ഇനി അടുത്ത് വരുന്ന 360 ഡിഗ്രി ക്യാമറയാണ്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി ആയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മെയിൻ മെനു ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞ് നമുക്ക് സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു വലിയൊരു ആംറസ്റ്റ്. നല്ല കിടുക്കൻ ഒരു ആംറസ്റ്റാണ് ഇത്. ജസ്റ്റ് ഒരു ആംറസ്റ്റ് മാത്രമല്ല, ഇതിനകത്തൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അതും കിടുവാണ്. ഇനി നമ്മുടെ ഇരിക്കുന്ന ഒരു വയർലെസ് ഫോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വയർലെസ് ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ആയിക്കോളും. ഈ സൈഡിൽ ഇപ്പുറത്ത് വേണമെങ്കിൽ വേറൊരു ഫോണും കൂടെ സാധാരണ രീതിക്ക് വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഈ ഒരു കപ്പ് ഹോൾഡർ 1, 2, 3 കപ്പുകൾ വെക്കാം. ഇനി എന്തെങ്കിലും വലിയ സാധനം എല്ലാം വെക്കാനുണ്ടെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഊരിയെടുത്ത് കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് തിരിച്ചതുപോലെ തന്നെ നമ്മൾ തിരിച്ചിറക്കി വയ്ക്കുക. ഓക്കെ, അത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ തൊട്ട് താഴെ ഈ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്പേസ് കാണാം. ഈ ഒരു സ്പേസ് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു USB-A ടൈപ്പും USB-C ടൈപ്പും കാണാം. ഇവിടെ ഇത്രയും ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റോറേജ് വെക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ക്ലോസ് ചെയ്തിടാനും സാധിക്കും. പക്ഷേ ഇത് ഇത്രയും വലിയൊരു പീസാണ്. നമുക്കിവിടെ അത്യാവശ്യം നല്ല കൈയൊക്കെ വെച്ച് ഓടിക്കാൻ, നല്ല ജാങ്കോ ആയിട്ട് ഓടിക്കാൻ സാധിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം കണ്ടിട്ട് അതുപോലത്തെ ഒരു ഫീലാണ്. അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് എടുത്ത് ചാടൽ നടക്കുന്നില്ല. അവർ പിള്ളേർക്ക് വേണമെങ്കിൽ ഒരു വേളിക്കയറി ഇരിക്കുമായിരിക്കും. ഓക്കെ, അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ, സീറ്റ് നല്ല അടിപൊളി ഫീൽ തന്നെയാണ് ഒരു ഡ്രൈവർ സൈഡിൽ ഇരിക്കുന്ന സമയത്ത്. ഇനി ഒന്ന് ഡ്രൈവ് ചെയ്തും കൂടെ നോക്കിയിട്ട്, കാരണം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വാഹനത്തിൽ ചെറിയ രീതിക്കൊന്നും പറഞ്ഞു പോകാൻ പറ്റുന്ന രീതിയൊന്നും അല്ല, ഒരുപാട് ഫീച്ചേഴ്സ് ആണുള്ളത്. അപ്പം നമുക്കിനി ഏതായാലും കോ ഡ്രൈവർ സീറ്റിൽ ഇരുന്നിട്ട് ആ സീറ്റിൻ്റെ എക്സ്പീരിയൻസ് കൂടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യും. അങ്ങനെ നമ്മുടെ കോ ഡ്രൈവർ സീറ്റിലോട്ട് വന്നിരിക്കുന്ന സമയത്ത് ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആ ഡ്രൈവർ സൈഡിലുള്ള ആ ഒരു കപ്പ് ഹോൾഡർ ഞാൻ കാണിക്കാൻ വിട്ടുപോയത്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, അതും നല്ല കിടുക്കൻ ഫീൽ തന്നെയാണ്. ഈ സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഈ വാഹനത്തിൽ കയറി ഡോർ അടച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഒരു നല്ല വുഡ് ഫിനിഷ്, പ്ലാസ്റ്റിക് മെറ്റീരിയലാണെന്ന് തോന്നുന്നു, പക്ഷേ എന്നാലും നല്ല വുഡ് ഫിനിഷിൻ്റെ ഫീലാണ്. നല്ല ഹാർഡ് മെറ്റീരിയലാണ് വരുന്നത്, ഹാർഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇവിടെ ഒരു നല്ല കംഫോർട്ട്, നല്ല കുഷൻ പോലത്തെ ഒരു ഫീലുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത്. ഏതായാലും അടിപൊളിയാണ്. ഒരു കപ്പ് ഹോൾഡർ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇത്രയും സ്പേസ് ഇവിടെയുണ്ട്. എയർ ബാഗ്സ് വരുന്നുണ്ട്. ഇതിലും ശരിക്കും 6 എയർ ബാഗ് ആണ് വരുന്നത്. അതായത് മാൻഡേറ്ററി ആണ് നമുക്കിപ്പോൾ 6 എയർ ബാഗ്സ്. അതുകൊണ്ട് 6 എയർ ബാഗ് വരുന്നുണ്ട്. ഒന്ന് ഇവിടെ, ഒന്ന് നമ്മുടെ ഡ്രൈവർ സൈഡിൽ, ഒന്ന്
ഈ ബാക്കിലും വരുന്നുണ്ട്. ബാക്കിൽ നിന്ന് ഉദ്ദേശിച്ച സൈഡ് പില്ലർ എയർ ബാഗ്സ്, പിന്നെ സീറ്റയിലും എയർ ബാഗ് വരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 6 എയർ ബാഗ്സ് ആണ് ഇവിടെ വരുന്നത്. പിന്നെ ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്ന മിററാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതും ഒരു കിടുക്കൻ ഫീച്ചറാണ്. പിന്നെ മേലോട്ട് നോക്കുന്ന സമയത്ത് ഒരു റീഡിംഗ് ലാമ്പ്, പിന്നെ ഒരു വാനിറ്റി മിറർ കാണാൻ സാധിക്കും. അത് ക്ലോസ് ആൻഡ് ഓപ്പൺ. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൂഫിലെ ലൈറ്റ്, മേളത്തെ ലൈറ്റ് കാണിക്കും. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫാണ്. ഡ്രൈവർ സൈഡിലുണ്ടോ നോക്കിയേക്കാം. വാവ്, നല്ലൊരു കാര്യമാണ്. ഡ്രൈവറിൻ്റെ മുഖമൊക്കെ നോക്കാൻ പറ്റും. നല്ലൊരു ഫീച്ചറാണ്. ആ ഒരു കാര്യം ഏറ്റവും അത്യാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 4 AC വെൻസ് കാണാൻ സാധിക്കും. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്ക്ഡ് ആണ്. ഇത് കുറച്ച് നമുക്ക് ഏതൊരു പൊസിഷൻ വേണോ ആ പൊസിഷനിൽ ഇടാൻ സാധിക്കും. കാല് അത്യാവശ്യം നല്ല രീതിക്ക്, ഇപ്പം ഞാൻ ബാക്കിലോട്ട് ഇറക്കിയാണ് ഇട്ടിരിക്കുന്നത്. ഗ്ലോ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം കാലേ വന്ന് ചെറുതായിട്ടൊന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ചെറിയൊരു സജഷൻ, ഇച്ചിരി ഒന്ന് പൊക്കാമായിരുന്നു എന്നൊരു തോന്നൽ. ബാക്കിയുള്ള വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇതൊരു പാസഞ്ചറായിട്ട് ഇരിക്കുന്ന സമയത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ്. ഒരു 15.6 ഇഞ്ചിൻ്റെ സ്ക്രീൻ തന്നെയാണ്. അത്രയും നല്ലൊരു എടുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇനി നമുക്ക് ഏതായാലും ബാക്കിലൊന്നിരുന്ന് ബാക്കിലത്തെ ഫീലും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്കിനി ബാക്ക് സൈഡിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഈ ബാക്ക് റോ. കാരണം ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. പലപ്പോഴും നമ്മൾ ഈ വാഹനത്തിൽ കയറി കഴിയുമ്പോൾ ഇത് അടയ്ക്കാൻ വേണ്ടിയുള്ള ഭാഗം തപ്പാറുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ മേലെ തന്നെയാണ്. നല്ല രസമുണ്ട്. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. കാരണം ഇത് കാണുമ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ട് തൊട്ട് പറഞ്ഞു വന്നൊരു കാര്യം തന്നെയാണ്. ഈ ഒരു ഫിനിഷ് എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഒന്നും കണ്ടുവന്നിട്ടുള്ളൊരു വാഹനത്തിൻ്റെ ഒരു ടച്ചേ ഇല്ലാത്തൊരു കാര്യമാണ്. ഇനി ബാക്കിലിരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം, നല്ല രീതിക്ക്, അതായത് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്കിവിടെ ബാക്കിലിരിക്കാൻ സാധിക്കും. തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ടുണ്ട്. കാല് നല്ല രീതിക്ക് എനിക്ക് ഇറക്കി വെക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയാൻ സാധിക്കുന്നത് ഒരു ബിസിനസ് ക്ലാസ് അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് നമുക്കൊരു ഫീച്ചർ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇതൊരു 60-40 സീറ്റാണ്. അത് അത്ര വലിയ കാര്യമാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറഞ്ഞു തരാം. ഇത് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോഴത്തെ പുതിയ മോഡൽ വാഹനങ്ങൾ റിക്ലൈൻ ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നവരോടും കൂടെ പറഞ്ഞു തരാം. ഇത്രയും റിക്ലൈനിങ്, അതായത് 135 ഡിഗ്രിയോളം നമുക്കിത് റിക്ലൈൻ ചെയ്യാൻ സാധിക്കും. സുഖമായിട്ട് ബാക്കിലോട്ടാക്കി അങ്ങനെ അങ്ങ് കിടന്നുറങ്ങാം. നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റ് വരുന്നതാണ് നോർമൽ. ഈ സൈഡിലൊരു ആംറസ്റ്റ് വരുന്നുണ്ട്. നല്ല സുഖമായിട്ട് കൈയൊക്കെ വെച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് ഇരിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു നെഗറ്റീവ് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആകാമായിരുന്നു. റിക്ലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൂട്ടത്തിലേക്ക് പോരുകയാണ്. ഇതൊന്ന് താഴെ ആയിരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു നല്ലതായിരുന്നൊരു തോന്നൽ എനിക്കുണ്ട്. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ സെൻട്രൽ പാസഞ്ചർ ഇവർ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സെൻട്രലിൽ ഒരു ഹെഡ് റെസ്റ്റും കൂടെ വരുന്നത്. അങ്ങനെ 3 പേർക്ക് അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കാൻ സാധിക്കും. നമുക്കൊരു AC വെൻറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫാൻ്റെ സ്പീഡ് കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല. ഓഫ് ആൻഡ് ഓൺ ചെയ്യാനേ സാധിക്കത്തുള്ളൂ. നേരത്തെ പോലെ സാധാരണ വാഹനങ്ങളൊക്കെ നമ്മൾ കണ്ടുവരുന്ന പോലെ തന്നെ ഫ്രണ്ടിൽ നിന്ന് ഒരു നോർമൽ വെൻറ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ താഴെ ഒരു C ടൈപ്പ് ചാർജർ. മേലോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് കാണാൻ സാധിക്കും. അത് LED തന്നെയാണ്. അല്ല, നമുക്ക് ഈ ഒരു സൈഡിലും അത് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലും നമുക്ക് കൊടുത്തിട്ടുണ്ട്. കീ ഫോബിനെ കുറിച്ചും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ലോക്ക്, അൺലോക്ക്, ഡിക്കി ഓപ്പൺ. അങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇത് ഓപ്പൺ ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കൈകൊണ്ട് തന്നെ ഓപ്പൺ ആക്കേണ്ടി വരും. അല്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പൺ ആകത്തില്ല. പിന്നെ അവസാനം ക്ലോസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ബട്ടൺ, ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ കൈയിട്ട് നമുക്കിങ്ങനെ താക്കാൻ സാധിക്കും. ഓക്കെ. ഇനി ഈ ബൂട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കുന്ന പോലെ 2 ലൈസൻസ് ലാമ്പും കാണാൻ സാധിക്കും. അതും LED തന്നെയാണ്. കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു 360 ഡിഗ്രി ക്യാമറയുടെ റിവേഴ്സ് ക്യാമറയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും വലിയൊരു വിശേഷം പറയാനുള്ള ഈ ഒരു ബൂട്ടിൻ്റെ സൈസ് വരുന്ന 579 ലിറ്ററാണ് ഈ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ 579 ലിറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് പേരെങ്കിലും ശ്രദ്ധിക്കുമായിരിക്കും 604 ലിറ്റർ അല്ലേ? അതെ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് വൂഫറും കൂടെ വരുന്നുള്ളതുകൊണ്ട് കുറച്ചൊരു സ്പേസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റ് മറിച്ചിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്പേസ് ഏരിയ അല്ലെങ്കിൽ നല്ലൊരു സ്പേസ് തന്നെയാണ് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് തന്നെയാണ് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നത്. അതായത് 579 ലിറ്റർ എന്ന് പറയും. അപ്പോൾ ബൂട്ടിൻ്റെ കാര്യം നമുക്ക് പക്കായിട്ട് മനസ്സിലായി. ഇവിടെ ഒരു ചെറിയൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതും LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് നോക്കാം. ഓക്കെ, പാർക്ക് ബ്രേക്ക് റിലീസ് ചെയ്തു. ന്യൂട്രൽ പൊസിഷൻ ആയിട്ടുണ്ട്. ഞാൻ റിവേഴ്സ് മോഡിലോട്ട് ഇടുകയാണ്. റിവേഴ്സ് മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഈ സ്ക്രീനിലോട്ട് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. ഒരു എൻജിൻ്റെ സൗണ്ട് ഇല്ലാത്തതിൻ്റെ എല്ലാം കുറവ് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വാഹനം ഓടിക്കുന്ന സമയത്ത്. പിന്നെ ഈ ഒരു 360 ഡിഗ്രി ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വഴിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ സാധിക്കും. എന്നാലും ഫ്രണ്ടിലൊരു കാഴ്ച എപ്പോഴും വേണം. പിന്നെ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടേജ് വളരെ കുറവാണ്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനി നമ്മുടെ ഡ്രൈവ് മോഡ്, ഇത് ആദ്യം ഓടിക്കുന്ന ആൾക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്, വേറൊന്നുമല്ല. നമുക്ക് ഈ ഗിയേഴ്സ് പലപ്പോഴും നമ്മൾ ചേഞ്ച് ചെയ്യുന്ന ഈ താഴെ നിന്നൊരു നോബോ കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്നാൽ ഇത് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് പറയും ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത്. ഇനി ഇത് പോവുകയാണ്. ഇപ്പോൾ നമ്മളൊരു നോർമൽ മോഡിലാണ് ഈ ഒരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നോർമൽ മോഡിൽ ഭയങ്കര അടിപൊളി ഒരു ഫീൽ തന്നെയാണെന്ന് പറയാൻ സാധിക്കും.
റീജനറേഷൻ ഇട്ടിരിക്കുന്ന ഹെവിയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഹെവി ആയതുകൊണ്ട് പോലും എനിക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്നില്ല. ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ അന്നേരം തന്നെ ആ ബ്രേക്കിങ്ങിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. കാല് കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ പറക്കുകയും ചെയ്യുന്നുണ്ട്. അതും ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണെന്ന് പറയാം. പിന്നെ ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതും വിത്ത് ടെമ്പറേച്ചർ കൂടെ കാണാൻ സാധിക്കും. അതായത് ആ ടയറിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് വരെ നമുക്ക് അറിയാൻ സാധിക്കും. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ടെമ്പറേച്ചർ അറിയാതെ നമ്മൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫില്ല് ചെയ്യുന്ന പ്രഷർ ആയിരിക്കത്തില്ല നമുക്ക് അവിടെ കയറുന്നത്, അതിൽ കൂടുതൽ കയറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം എപ്പോഴും ടയർ പ്രഷർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ടയർ ഹീറ്റാണോ അല്ലേ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ മോഡ് ഒന്ന് സെറ്റ് ചെയ്ത്, ഇപ്പോൾ ഹെവിയാണ് നമ്മുടെ റീജനറേഷൻ മോഡ് വന്നിരിക്കുന്നത്, അത് മാറ്റി നോർമലാക്കി. നോർമൽ ഞാനൊന്ന് ആക്സിലറേറ്റർ കൊടുക്കണം, ഒരു രക്ഷയില്ല കേട്ടോ, നല്ല സ്പീഡിലാണ് വലിച്ചു പോകുന്നത്. ഇപ്പോൾ ഒരു ചെറിയ രീതിക്ക് ഒരു ബ്രേക്കിംഗ് എനിക്ക് കിട്ടുന്നുള്ളൂ. നേരത്തെ ഇതിനെ അപേക്ഷിച്ച് കുറഞ്ഞു. ഞാൻ ഒന്നുകൂടെ ഒന്ന് മോഡ് പ്രസ് ചെയ്യുന്നു, ലൈറ്റ് ആക്കുക. ലൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കാല് കൊടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്ത് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് എഫിഷ്യൻസി പോലെ നേരത്തെ കിട്ടുന്ന പോലെ കിട്ടുന്നില്ല. പക്ഷെ നല്ല സ്മൂത്തായിട്ട് അങ്ങ് ഒഴുകി പോകുന്ന ആ ഒരു ഫീലാണ് കിട്ടുന്നത്. അത് നല്ലൊരു കാര്യം. പിന്നെ നമുക്ക് EVയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഒന്നും ഉണ്ടാകുന്നില്ല. കാരണം ബാറ്ററിയിൽ നിന്ന് അത് നേരെ നമ്മുടെ മോട്ടറിലോട്ട്, അതായത് ഒരു യൂണിറ്റ് വഴി മോട്ടറിലോട്ട് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഗുണം. അതേ സ്ഥാനത്ത് നമ്മുടെ ഒരു IC എഞ്ചിനൊക്കെ ആകുമ്പോഴത്തേക്കും അതിനകത്ത് ബേണിങ് നടക്കുന്നു, ഒരുപാട് ഹീറ്റ് അല്ലെങ്കിൽ എനർജി ലോസസ് ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് ഫ്രിക്ഷൻ വെച്ച് നമുക്ക് ലോസസ് ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഒരു ഫ്രിക്ഷൻ ലോസ് നമുക്ക് ഒരിടത്തും ഉണ്ടാകുന്നില്ല. പിന്നെ ഇതൊരു പെർമനൻറ്റ് മാഗ്നറ്റ് ടൈപ്പ് മോട്ടറാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതും ഒരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കും. കിലോമീറ്റർ വൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ 332 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു റേഞ്ച് പറയുന്നത്. പക്ഷേ ഇതൊരു കസ്റ്റമർ ഫീഡ്ബാക്ക് വെച്ചൊക്കെ നോക്കാനാണെങ്കിൽ ഒരു 300 വരെയൊക്കെ സുഖമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതി പറയാനാണെന്നുണ്ടെങ്കിൽ വലിയൊരു നമുക്കൊരു പോസിറ്റീവ് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും ഈ ഒരു കാര്യം കൂടെ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്തെന്ന് പറഞ്ഞാൽ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു ചെറിയൊരു മിനിയേച്ചർ പോലെ തന്നെ, നമ്മുടെ ഒരു കാറിൻ്റെ ഒരു മിനിയേച്ചർ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നതും ആ ലൈറ്റ്, ബ്രേക്കിൻ്റെ ലൈറ്റൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു മീറ്ററെ കാണാൻ സാധിക്കുന്നുണ്ട്. അതും ഒരു അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ചെറിയ പവറും കൂടെ നോക്കാൻ വേണ്ടി, അതായത് ഒരു പവർ മോഡിലും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. സ്പോർട്ട് മോഡ്, യെസ്. അപ്പോൾ സ്പോർട്ട് മോഡ് ഇട്ടു. ഒരു രക്ഷയില്ല, അന്യായം. ഏതായാലും ഫ്രണ്ടിൽ ട്രാഫിക് കുറച്ച് വന്നിട്ടുണ്ട്, ഒന്ന് ട്രാഫിക് ഒന്ന് സെറ്റ് ആയിക്കോട്ടെ, എന്നിട്ട് ഈ ഒരു സ്പോർട്ട് മോഡിൻ്റെ ഫീൽ കൂടെ ഒന്ന് കിട്ടണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊരു വാഹനം ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പവർ അറിയണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് സ്പോർട്സ് മോഡ്, അതൊരു EV ആണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ കയറി പോവാണ്, ഒരു രക്ഷയില്ല, കാറ് കൺട്രോളാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ വാഹനം നമ്മൾ ഒന്ന് സ്പീഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും, അതായത് കുറച്ചൊന്ന് സ്പീഡപ്പ് ആയി കഴിയുമ്പോഴത്തേക്കും പവർ സ്റ്റിയറിങ്ങിൻ്റെ ഫീലിനൊന്ന് മാറി ഹാർഡ് ആകുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ സ്പീഡ് കൂടുന്നതിനനുസരിച്ച് സ്റ്റിയറിങ് ഒരു ടൈറ്റ് ആകുന്നത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വെട്ടിപ്പോവാതിരിക്കാനും കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഫീൽ വരുന്നുണ്ട്. അത് പലപ്പോഴും നമ്മുടെ സാധാരണ ഒരു വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ഇതിൽ കയറി ഓടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു ബുദ്ധിമുട്ടല്ല, അത് ശരിക്കും ഒരു സേഫ്റ്റി ഫീച്ചറാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഇതിന് 3 വേരിയൻസ് ആണ് വരുന്നത്. അതായത് എക്സൈറ്റ്, എക്സ്ക്ലൂസീവ്, എസൻസ് എന്ന് പറഞ്ഞ 3 വേരിയൻസ് ആണ് വരുന്നത്. അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. എക്സൈറ്റിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്ന 15 ലക്ഷമാണ് വരുന്നത്. എക്സ്ക്ലൂസീവിൻ്റെ പ്രൈസ് വരുന്നത് 16,10,000 രൂപയാണ്. എസൻസിൻ്റെ പ്രൈസ് വരുന്നത് 17,15,000 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഓഫ് ബട്ടൺ എന്ത് ചെയ്യും തപ്പി നടക്കേണ്ട, അത് ഇവിടെ തൊട്ട് താഴെ തന്നെയുണ്ട്. ഗുഡ് ബൈ. അപ്പോൾ നമ്മൾ വിൻസറിനെ കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞാലും തീരത്തില്ല. ഓടിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതായത് ഈ വാഹനത്തിൻ്റെ കൃത്യമായിട്ടുള്ള വില, എത്ര നാളത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അതായത് ബാസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ, BAAS എന്ന് പറയുന്ന ഒരു ഫീച്ചർ, അതായത് ബാസിൻ്റെ കാര്യങ്ങളും ഇതിൻ്റെ ഫീച്ചേഴ്സും ഓരോ വേരിയൻസിനും കിട്ടുന്ന എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതായിരിക്കും.